പ്രിയപ്പെട്ട കുട്ടിക്കാരെ, എൻ്റെ പേര് ഷാര. ഞാനിവിടെ ഒരു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേര് തത്തയുടെ സ്വാതന്ത്ര്യം. ഒരു പണ്ഡിതന്റെ വീട്ടിൽ ഒരു തത്തയെ കൂട്ടി വളർത്തിയിരുന്നു. ഒരിക്കൽ പണ്ഡിതൻ ഒരു മഹിഷി നാട്ടിൽ കണ്ടിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോണമെന്ന് തീരുമാനിച്ചു. വിവരം അറിഞ്ഞപ്പോൾ തത്തത്തിന് സംശയം കൂടി മഹിഷിയോട് ചോദിച്ചു. ദിവാൻ അവർത്തിടണമെന്ന് അപേക്ഷിച്ചു. പണ്ഡിതൻ സമ്മതിച്ചു. തത്തയുടെ ചോദ്യം ഇതായിരുന്നു: എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്താണ് വഴി? അടുത്ത ദിവസം പണ്ഡിതൻ മഹിഷി കാണാനെത്തിയപ്പോൾ മഹിഷി കുളിക്കുകയായിരുന്നു. പണ്ഡിതൻ സമയം കളണ്ടെന്ന് കരുതി തത്തയുടെ ചോദ്യം മഹിഷിയോട് ചോദിച്ചു. ചോദ്യം കേട്ട മഹിഷി വെള്ളത്തിൽ മുങ്ങി താണുപോയി. സന്യാസി തിരിച്ചൊരാൾ വളരെ നേരം കാത്തു. എന്നാൽ അദ്ദേഹം പുറത്തു വന്നതേയില്ല. ചോദ്യം കേട്ട് സന്യാസി മരിച്ചു പോന്നത്തെ പണ്ഡിതൻ ദുഃഖിച്ചു. അന്ന് സന്യാസി കടക്കി കിടന്നത് ആരും കണ്ടില്ല. പണ്ഡിതൻ വീട്ടിലെത്തി. തന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചുവെന്ന് തത്താകൃഷ്ണമോട് തിളക്കി. ഇത് കേട്ടപ്പോൾ പണ്ഡിതന് ദേഷ്യം വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ച്. നിന്റെ ചോദ്യം കേട്ടോടെ സന്യാസി ബോധം കെട്ട് വെള്ളത്തിൽ നിന്ന് മരിച്ചുപോയി. ഇത് കേട്ടോടെ തത്തയും ബോധം കെട്ട് വീണ്. പണ്ഡിതൻ ദുഃഖിതനായി. ചോദ്യം കേട്ട് ആദ്യം സന്യാസി മരിച്ച്, ഇപ്പോൾ തത്തയും. അയാൾ ചത്ത തത്ത പുറത്തെടുത്ത് കളയാനായി കൂടി തുറന്നു. പെട്ടെന്ന് തത്ത പുറത്തേക്ക് പറന്നുപോയി. സുരക്ഷിതമായ ആലത്തെത്തിയ ശേഷം തത്ത പണ്ഡിതനോട് പറഞ്ഞു: സന്യാസി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിഞ്ഞ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. തത്ത പറന്നുപോയപ്പോഴാണ് തത്തപ്പറന്റെ പൊരുൾ പണ്ഡിതന് പിടികിട്ടിയത്. എൻ്റെ കുട്ടിക്കാരെ, ഈ ഗുണപാഠം എന്താണെന്ന് അറിയണ്ടേ? ബുദ്ധിയോട് ചിന്തിച്ചാൽ അതിൽ നിന്ന് രക്ഷ നേടാം. നന്ദി.